दूर 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 बेटा बच गयो बेटा किधर ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ദുരന്ത കാഴ്ച. ഭരണകൂട ഭീകരതയുടെ ഭീതിതമായ അവസ്ഥ. അധികാരത്തിന്റെ ഹുങ്കിൽ പാർട്ടിയുടെ മേൽവിലാസത്തിൽ കേന്ദ്രമന്ത്രിയായ പിതാവിന്റെ തണലിൽ മകനും ക്രിമിനൽ സംഘവും യുപിയിലെ ലഖിംപൂർ ഖേരിയിൽ നടത്തിയ നരനായാട്ട്. കർഷക കൂട്ടക്കൊല. സുപ്രീം കോടതി സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായി അജയ് മിശ്ര ഇപ്പോഴും തുടരുകയാണ്. പ്രതിസ്ഥാനത്തുള്ള മകൻ അമിത് മിശ്രയെ അറസ്റ്റ് ചെയ്യാൻ പോലും യുപിയിലെ യോഗി സർക്കാരും പോലീസും തയ്യാറായിട്ടില്ല. കർഷകരുടെ കണ്ണീരും വെറുപ്പും ഏറ്റുവാങ്ങുന്ന മോദി സർക്കാർ ഇപ്പോൾ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാണ്. ചർച്ചയിലേക്ക് പോകും മുമ്പ് പ്രധാന വാർത്തകൾ നോക്കാം. ഘടനയിൽ മുരളീധര പക്ഷത്തിന് മേൽക്കൈ. ശോഭാ സുരേന്ദ്രനും അൽഫോൺസ് കണ്ണന്താനവും പുറത്ത്. കർഷക കൂട്ടക്കൊലയെ വിമർശിച്ച വരുൺ ഗാന്ധിയും പുറത്ത്. പി കെ കൃഷ്ണദാസും ഇ ശ്രീധരനും പ്രത്യേക ക്ഷണിതാക്കൾ. വയനാട് ബിജെപിയിൽ കൂട്ടരാജി. കൊടകര കുഴൽപ്പണ കേസ് ഏറ്റെടുക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസ് ഏറ്റെടുക്കുന്നതിൽ നിലപാടറിയിക്കാൻ ഇന്നും കൂടുതൽ സമയം തേടി. ഇഡി കൂടുതൽ സമയം തേടുന്നത് ഇത് 3ാം തവണ. കർഷകരെ വെല്ലുവിളിച്ച് BJP. കർഷക കൂട്ടക്കൊലയിൽ അജയ് മിശ്ര രാജിവെക്കേണ്ടതില്ലെന്ന് BJP. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ആശിഷ് മിശ്രയ്ക്ക് സമൻസ്. കൂട്ടക്കൊലയുടെ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകൻ റാം കശ്യപിനെ കൊലപ്പെടുത്തിയവർക്കെതിരെ നടപടി വേണമെന്ന് സീതാറാം യെച്ചൂരി. കേരളത്തിൽ മാർക്ക് ജിഹാദ് എന്ന് ദില്ലി യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകൻ. കേരളത്തിൽ നിന്ന് കൂടുതൽ പേർ പ്രവേശനം നേടുന്നത് അസ്വാഭാവികമെന്നും അധ്യാപകൻ രാകേഷ് പാണ്ഡെ. RSS കേരളത്തിന്റെ വിദ്യാഭ്യാസ നേട്ടങ്ങളെ അവഹേളിക്കുന്നുവെന്ന് SFI. കേരളത്തെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമമെന്ന് ജോൺ ബ്രിട്ടാസ് MP. കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് സംഘ് പരിവാർ മനസ്സുള്ളവരെന്ന് മുഖ്യമന്ത്രി. കേരളത്തിൽ കോൺഗ്രസ് വിടുന്നവർ CPIM-നൊപ്പമെന്ന് മുഖ്യമന്ത്രി. കോൺഗ്രസ് വിട്ട് CPIM-ൽ എത്തിയവർക്ക് സ്വീകരണം. ശബരിമല തീർത്ഥാടനത്തിന് മാർഗനിർദ്ദേശമായി. ആദ്യ ദിവസങ്ങളിൽ 25,000 പേരെ അനുവദിക്കും. പമ്പാ സ്നാനത്തിനും അനുമതി. വെർച്വൽ ക്യൂ സംവിധാനം തുടരും. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ബിനോയ് വിശ്വം MP, അഡ്വക്കേറ്റ് ജയസൂര്യൻ BJP വക്താവ്, ശ്രീ ഷാജി ജോസഫ് മാധ്യമപ്രവർത്തകൻ, അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ. ചർച്ചയിലേക്ക്. ശ്രീ ബിനോയ് വിശ്വം, ഈ പ്രശ്നം അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്. അത് വളരെ ഗൗരവമായി തന്നെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നും ഈ വിഷയം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറായത്. കാരണം ഇന്നലെയും ഈ പ്രശ്നം തന്നെയാണ് ചർച്ച ചെയ്തത്. ഇന്നതിൻ്റെ തുടർച്ചയിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നു. അന്വേഷണ പുരോഗതി നാളെ അറിയിക്കാൻ UP സർക്കാരിന്, യോഗി സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരുടെയൊക്കെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അവരിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കോടതി ചോദിച്ചു. ഇതെല്ലാം വിശദമായി നാളെ അറിയിക്കണം എന്നാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. അതാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകൻ, അത് റിപ്പോർട്ട് ചെയ്യാൻ പോയൊരു മാധ്യമപ്രവർത്തകൻ അവിടെ കൊല ചെയ്യപ്പെട്ട സാഹചര്യം, അത് മറ്റൊരു തരത്തിൽ വളരെ ഗൗരവമായി, അതും ഗൗരവമായ ഒരു പ്രശ്നമായി ഉയർന്നു വന്നിട്ടുണ്ട്. എഡിറ്റേഴ്സ് ഗിൽഡൊക്കെ അതിൽ ഇടപെട്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഈ വിഷയം, ഈ പ്രശ്നം ഇപ്പോഴും പക്ഷേ കേന്ദ്രമന്ത്രിയായി, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായി അജയ് മിശ്ര തുടരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ, ആ ക്രിമിനൽ, അയാൾ നയിച്ച ക്രിമിനൽ സംഘമാണിത് ചെയ്തത് എന്ന സുപ്രധാനമായ മൊഴികളും രേഖകളും അല്ലെങ്കിൽ ദൃശ്യങ്ങളും ഒക്കെ വന്നിട്ടും അറസ്റ്റ് പോലും അയാളുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുമില്ല. ഇതാണിതിൻ്റെ ഒരു പൊതു സാഹചര്യം. ഇന്നത്തെ പൊതുസ്ഥിതി, ഇന്ന് പുറത്തു വന്ന വിവരങ്ങൾ കൂട്ടിച്ചേർത്ത് താങ്കളുടെ മുമ്പിലേക്ക് വെച്ചാൽ എന്താണ് ശ്രീ ബിനോയ് വിശ്വം പറയാനുള്ളത് ഇക്കാര്യത്തിൽ? എനിക്ക് പറയാനുള്ളത് എല്ലാ ഇന്ത്യക്കാർക്കും പറയാനുള്ള കാര്യം തന്നെയാണ്. ഈ പോക്ക് അപകടത്തിലേക്കാണ്. ഈ പോക്ക് ഫാസിസ്റ്റ് തറവാഴ്ചയിലേക്കാണ്. ഈ പോക്കിനെ ചെറുത്തേ മതിയാകും.
ചരിത്രം വായിച്ചാൽ നമുക്ക് ഒരുപാട് താരതമ്യം കാണാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് ഇറ്റലിയിലെ പാഠങ്ങൾ. മുസോളിനിയുമാണ് ഇറ്റലിയിൽ ഇങ്ങനെയായിരുന്നു. ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചീത്തപ്പണം, കള്ളപ്പണം, പെരുത്ത പണം, ആ പണവും നദികെട്ട രാഷ്ട്രീയവും തമ്മിലുള്ള അവിഹിത വേഴ്ചയ്ക്ക് കയറുന്ന ധിക്കാരം, അധികാരത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും, പോലീസ്, പട്ടാളം തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന അവസ്ഥ. ആ അവസ്ഥയിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ മുസോളിനിയുടെ ഇറ്റലിയിലും ഹിറ്റ്ലർ വാണ ജർമ്മനിയിലും കണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇക്കാലത്തെ ആവർത്തനം നമ്മൾ മോഡി ഭരിക്കുന്ന ഇന്ത്യയിൽ കാണുകയാണ്. സത്യത്തിൽ മോഡി യോഗി രാജ് ഒരു കാട്ടാള നീതിയാണ്. നമ്മൾ ജംഗിൾ രാജ് എന്ന് വിളിക്കാൻ പാടില്ല. ജംഗിൾ രാജിൽ കാട്ടുമൃഗങ്ങൾക്കൊരു നീതിയുണ്ട്. അവർ വിശപ്പടക്കാൻ വേണ്ടിയേ കൊല്ലൂ. അധികാരത്തിൽ ധാഷ്ട്യം കാണിക്കാൻ വേണ്ടി ആരെയും കൊല്ലില്ല. മുഷ്കും മേധാവിത്വവും കാണിക്കാൻ വേണ്ടി കാട്ടിലെ മൃഗങ്ങളൊന്നും ആരെയും കൊല്ലാറില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത്, അധികാരത്തിൻ്റെ ലഹരി തലയ്ക്ക് പിടിച്ച ഒരു മന്ത്രിയുടെ മകൻ എല്ലാത്തരം ധിക്കാരവും സ്വായത്തമാക്കിക്കൊണ്ട് നീതിക്ക് വേണ്ടി മുദ്രാവാക്യം മുഴക്കിയെത്തിയ കൃഷിക്കാരുടെ മേൽ വണ്ടി ഓടിച്ച് കയറ്റി. അയാളും അയാളുടെ കൂടെ വന്ന ഗുണ്ടകളും ചേർന്നുകൊണ്ട്. ഈ നാട്ടിൽ ഇത്രയും നീചമായ നരഹത്യ നടക്കുമ്പോൾ അതേപ്പറ്റി അറിയാനും പറയാനും ഒരു ഭരണമില്ലേ? എപ്പോഴും മിണ്ടുന്ന പ്രധാനമന്ത്രി മൻ കി ബാത്തും മൻ അല്ലാത്ത ബാത്തും ഒക്കെ പറഞ്ഞുകൊണ്ട് നല്ല നീളമുള്ള നാക്കുകൊണ്ട് എല്ലാവരെയും പൊരുത്തരിപ്പിക്കാൻ തനിക്കുള്ള മിടുക്കെന്ന് ഭാവിക്കുന്ന പ്രധാനമന്ത്രി, അദ്ദേഹം എന്താണ് ലക്നൗ വരെ പോയിട്ട് ഈ സംഭവത്തെപ്പറ്റി ഒരു വാക്ക് മിണ്ടിയില്ല? സത്യം പറഞ്ഞാൽ അതേപ്പറ്റി പറയണ്ടേ? ഇവരല്ലേ ആലങ്കാരികമായ ഭംഗിയോടുകൂടി വിളിക്കുന്നത് കൃഷിക്കാരെ? എന്താ വിളിക്കുന്ന പേര്? അന്നദാതാക്കളെന്നാണ്. അതെ, അവർ അന്നദാതാക്കളാണ്. അവരുടെ ശബ്ദം കേൾക്കാതെ, പ്രയാസങ്ങളറിയാതെ, അവർ മുഴക്കുന്ന മുറവിളി കേൾക്കാതെ ഭരിക്കുന്നൊരു ഗവൺമെൻറ് ആരുടെ ഗവൺമെൻറ്റാണ്? നിസ്സംശയം പറയാൻ നേരമായിരിക്കുന്നു, മോഡി ഗവൺമെൻറ് സബ്കാ സാത്ത് അല്ല, എല്ലാവരുടെയും കൂടെ അല്ല ഈ ഗവൺമെൻറ്. ഈ ഗവൺമെൻറ് കൃഷിക്കാരുടെ കൂടെയല്ല, മോഡി ഗവൺമെൻറ് ദളിതരുടെ കൂടെയല്ല, മോഡി ഗവൺമെൻറ് ആദിവാസികളുടെ കൂടെയല്ല, മോഡി ഗവൺമെൻറ് ന്യൂനപക്ഷങ്ങളുടെയോ വിദ്യാർത്ഥികളുടെയോ ചെറുപ്പക്കാരുടെയോ സ്ത്രീകളുടെയോ കൂടെ അല്ല. ഈ ഗവൺമെൻറ് എല്ലാത്തരം കൊള്ളക്കാരുടെയും കൊലപാതകങ്ങളുടെയും കൂടെയാണെന്ന കാര്യം ഉറപ്പിച്ചു കൊള്ളുക. ഈ ഗവൺമെൻറ് കോർപ്പറേറ്റ് വാഴ്ചയ്ക്ക് ചുട്ടുപിടിക്കുന്ന ഗവൺമെൻറ്റാണ്. എങ്ങനെയാണ് ഫിനാൻസ് മൂലധനവും വംശീയ മേധാവിത്വ ചിന്തകളും തമ്മിൽ കൈകോർത്ത് പിടിക്കുമ്പോൾ ഫാസിസത്തിൻ്റെ രാഷ്ട്രീയം ശക്തിപ്പെടുന്നതെന്ന് ലോകം പഠിച്ച ചരിത്രപാഠങ്ങളെല്ലാം നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ശരി, അതിൻ്റെ ഭാഗമായി അധികാരത്തിൻ്റെ ശ്രീ ബിനോയ്, ഞാൻ ശ്രീ ബിനോയ് താങ്കളിലേക്ക് മടങ്ങി വരാം. ഇവിടെ ശ്രീ ജയസൂര്യൻ BJP വക്താവ് ഇന്നലെയും ഇതേ വിഷയത്തിൽ ചർച്ചയ്ക്കുണ്ടായിരുന്നു. ഇന്നലെ ആ ചർച്ചയിൽ ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചൊരു കാര്യം, ഇന്നലത്തെ ചർച്ചയിലുണ്ടായിരുന്ന പലരും അത് ശ്രദ്ധിച്ചു. ഏതായാലും ഈ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്ര രാജിവെച്ചിട്ടില്ല. പക്ഷേ അത് സംഭവിച്ചേക്കാം എന്നൊരു പ്രത്യാശ താങ്കളുടെ ഉള്ളിലുണ്ട് എന്നൊരു തോന്നൽ, അത് ഇപ്പോഴില്ല എന്നല്ലേ ഉള്ളൂ, അത് സംഭവിച്ചേക്കാം എന്നൊരു സാധ്യതയോ തോന്നലോ ആഗ്രഹമോ താങ്കൾ പറയാതെ പറഞ്ഞു വെച്ച ഒരു മാനസികാവസ്ഥ കണ്ടിരുന്നു. പക്ഷേ ഇന്നൊരു പകൽ പിന്നിടുമ്പോഴും അതുണ്ടായില്ല എന്ന് മാത്രമല്ല, വലിയ പിന്തുണയോടുകൂടി തന്നെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായി അജയ് മിശ്ര ഇരിക്കുന്നു. സുപ്രീം കോടതി ഈ വിഷയം ടേക്കപ്പ് ചെയ്തു. കുറ്റാരോപിതർക്കൊപ്പമാണ് എന്ന നല്ല സൂചന നൽകുന്ന വിധം നിന്നാൽ, ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് ഈ ഒരു നടപടിയുമായി തന്നെ മുന്നോട്ട് പോയാൽ എങ്ങനെയാണ് നാട്ടുകാരോട് ഇക്കാര്യം വിശദീകരിക്കാനാവുക? അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇപ്പോൾ ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞ പോലെ ജംഗിൾ രാജ് എന്ന് പോലും പറയാൻ കഴിയില്ല, അവിടെയും ഒരു നീതിയുണ്ട്. ഇതൊരു കാട്ടാള ഭരണമാണ്, കാട്ടാള നീതിയാണ് നടപ്പാക്കുന്നത് എന്ന് പറയുന്നൊരവസ്ഥ എങ്ങനെ ജനങ്ങളോട് വിശദീകരിക്കും? സുപ്രീം കോടതി വരെ ഇടപെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൃത്യമായും വളരെ കർശനമായും സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചേ പറ്റൂ. അത് കൃത്യമായി പാലിക്കാൻ അവിടുത്തെ സംസ്ഥാന ഭരണകൂടം ബാധ്യസ്ഥമാണ്.
ആ സമയത്തിനുള്ളിൽ തന്നെ കൃത്യമായ മറുപടി നൽകും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അതോടൊപ്പം ഇപ്പോൾ പ്രതിപക്ഷം എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെയുള്ള അറസ്റ്റും അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള മറ്റു നടപടികളും എല്ലാം സമയബന്ധിതമായിട്ട് തന്നെ നടപ്പാക്കാൻ പോകുന്നു. അതിനുള്ള സാഹചര്യം ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. ഏതായാലും സുപ്രീം കോടതിയുടെ തന്നെ മേൽനോട്ടത്തിൽ നിയമത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാർക്കശ്യത്തോടും സുതാര്യതയോടും കൂടി നടപ്പാക്കുക തന്നെ വേണം എന്നാണ് അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രക്ഷോഭകരും സമരക്കാരും ആവശ്യപ്പെട്ടതുപോലെ തന്നെയുള്ള FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ആൾക്കാരെ പ്രതി ചേർത്തിട്ടുണ്ട്. അതനുസരിച്ച് ഇനി മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ പോവുകയും ചെയ്യും. ആ ഒരു സാഹചര്യമാണ് ഞാൻ കാണുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞ അതേ വികാരത്തിൽ തന്നെയാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. ഏതായാലും അതിനുള്ള സമയം സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളുടെ ആ അളവിനകത്ത് നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ നിയമപരമായിട്ടുള്ള ബാധ്യത നിറവേറ്റും. അന്വേഷണം സുഗമമായി മുന്നോട്ട് പോകും എന്ന് തന്നെ നിസ്സംശയം. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇപ്പോൾ സുപ്രീം കോടതി ആ കേസ് ഏറ്റെടുത്തിട്ട് അല്ലെങ്കിൽ കേസ് എടുത്തിട്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് ഉത്തരം പറഞ്ഞേ പറ്റൂ. അതാണ് അതിൻ്റെ രീതി. പക്ഷേ ആരോപിതനായി നിൽക്കുന്നൊരു മന്ത്രി, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, അത്തരം ഒരാളുടെ രാജി, അധികാര സ്ഥാനത്ത് നിന്ന് ആ ആളിനെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് സർക്കാർ സ്വീകരിക്കേണ്ട നിലപാടാണ്, ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. അത് സ്വീകരിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ സ്വീകരിക്കാതെ ആ ആരോപിതർക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയുന്നതിന് എന്തിനാണ് സുപ്രീം കോടതിയെ കൂട്ടുപിടിക്കുന്നത്? സർക്കാരും നിങ്ങളുടെ പാർട്ടിയുമല്ലേ തീരുമാനമെടുക്കേണ്ടത്? ആരോപിതർക്കൊപ്പമാണ് ഞങ്ങൾ എന്നാരും പ്രഖ്യാപിച്ചതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പ്രഖ്യാപിക്കേണ്ടല്ലോ, പ്രവൃത്തിയാണല്ലോ ഏറ്റവും വലിയ തെളിവ്. പ്രവൃത്തിയാണ് ഏറ്റവും വലിയ തെളിവ് എങ്കിൽ അവിടെ പ്രവൃത്തി വളരെ വ്യക്തമാണല്ലോ. അതായത് പ്രക്ഷോഭകർ ആവശ്യപ്പെട്ട, കർഷകർ ആവശ്യപ്പെട്ട തരത്തിലുള്ള FIR എടുക്കുകയും അതനുസരിച്ച് നിയമ നടപടികൾ മുന്നോട്ട് പോവുകയും അതിന് സർക്കാർ തടസ്സം നിൽക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്രയും ആളുകൾ മരിച്ച ശേഷം അവർക്ക് വീണ്ടും പ്രതിഷേധിക്കുകയും പ്രക്ഷോഭം നടത്തേണ്ടിയും വന്നു. ഉറ്റവർ നഷ്ടപ്പെട്ടിട്ടും സമരം ചെയ്തും പ്രതിഷേധിച്ചും നിങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തത്. ഇതൊക്കെ വളരെ സ്വാഭാവികമായി നീതിബോധത്തോടുകൂടി യോഗി സർക്കാർ ചെയ്തു എന്ന നിലയിൽ താങ്കൾ വിശദീകരിക്കാൻ ശ്രമിച്ചാൽ അത് എത്രമാത്രം ശരിയാകും? അല്ല, അത് എത്രമാത്രം ശരിയാകുമെന്നുള്ളത് ജനങ്ങളും കോടതിയും ഒക്കെ അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അതെ, അത് എത്രമാത്രം ശരിയാകുമെന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ, കോടതി തീരുമാനിക്കട്ടെ, നിയമം തീരുമാനിക്കട്ടെ. അപ്പോൾ ആ ശരിതെറ്റുകളൊക്കെ തന്നെ തെളിയാൻ പോകുന്ന മണിക്കൂറുകളും ദിവസങ്ങളുമാണ് ഇനി വരാൻ പോകുന്നത്. അതിന് സുപ്രീം കോടതിയുടെ മേൽനോട്ടവും ഉണ്ട്. ഇവിടെ ശ്രീ ഷാജി ജോസഫ്, താങ്കൾ ഇന്നലെ ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നയാളാണ്. ശ്രീ ജയസൂര്യൻ ഇന്നലെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച ഇപ്പോൾ പറയുമ്പോഴും കിട്ടും. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ളത്. ഒന്ന്, ഈ പറഞ്ഞ അമിത് മിശ്രയുടെ അറസ്റ്റ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ആശിഷ് മിശ്രയുടെ, അതായത് അജയ് മിശ്ര എന്ന കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ മകൻ്റെ അറസ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായി അജയ് മിശ്ര തുടരുന്നത് തന്നെ വലിയ അപരാധമാണ് എന്ന ശക്തമായ ആവശ്യമുണ്ടായിട്ടും അതിനോടും മുഖം തിരിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ സത്യത്തിൽ ഈ രണ്ട് കാര്യങ്ങളിലും ഈ സർക്കാരിൻ്റെയും BJPയുടെയും വിമുഖത അതെന്തുകൊണ്ടാവാം? ഇത്ര വലിയ ജനരോഷം ഉണ്ടായിട്ടും അതിനെ വകവെക്കാതെ അവഗണിച്ചുകൊണ്ട് ഇവരെ സംരക്ഷിക്കാം എന്നൊരു ആക്ഷേപം സ്വീകരിച്ച് ക്ഷണിച്ചു വരുത്തി എന്തുകൊണ്ട് പോകുന്നു? നേരത്തെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സംഭവിക്കുന്നത് എന്തും രാഷ്ട്രീയ താല്പര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത്. ഭരണനിർവഹണത്തിൻ്റെ കാര്യത്തിലും ഭരണഘടനാപരമായ റൂൾ ഓഫ് ലോയും ഭരണക്രമങ്ങളും പാലിക്കുന്ന കാര്യത്തിലും രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഒരു അതിപ്രസരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ നീതിന്യായ കോടതിയായ സുപ്രീം കോടതി സാധാരണഗതിയിൽ ഒരു കേസിലും നേരിട്ട് കോഗ്നിസൻസ് എടുക്കാറില്ല. അത് സംഭവിക്കുന്നത് ഒരു മനുഷ്യാവകാശത്തിൻ്റെ ലംഘനമോ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ലംഘനമോ ഉണ്ടാകുന്ന കേസുകളിലാണ്. ഇന്ത്യയിലെ സുപ്രീം കോടതിക്ക് ലഖിംപൂർ ഖീറിയിൽ സംഭവിച്ചത് ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് എന്ന് ബോധ്യമായിട്ടും
ഇന്ത്യയിലെ ഭരണം കൈയാളുന്ന ഗവൺമെൻറ്റിന്, ശ്രീ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിന് ഇതുവരെ തങ്ങളുടെ രാജ്ധർമ്മം, പണ്ട് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 2002 ലഹളയുടെ സമയത്ത്, ഗുജറാത്ത് കലാപത്തിൻ്റെ സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ഓർമ്മിപ്പിച്ച ഗുജറാത്ത് കി മുഖ്യമന്ത്രിക്കോ രാജ്ധർമ്മം കി പാലൻ കർണ ഹോഗ എന്ന് ഓർമ്മിപ്പിച്ച ആ രാജ്ധർമ്മം ഇന്നും നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനും കൈവിട്ടു പോകുന്നു എന്നൊരു ചോദ്യം വീണ്ടും ഉയർന്നിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് റൂൾ ഓഫ് ലോ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനുമപ്പുറം ഒരു സ്റ്റെപ്പ് കടന്നാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. റൂൾ ഓഫ് ലോ, നിയമവാഴ്ച എന്ന് പറയുന്ന ആ പരിപാവനമായ ഡ്യൂട്ടിയെ വൈകൃതമാക്കുന്ന ഒരു രീതിയാണ് ഇന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെൻറ്റിലെ ആഭ്യന്തര സഹമന്ത്രിയായിരിക്കുന്ന ഒരു മന്ത്രി, ആ മന്ത്രിയുടെ മകൻ, മന്ത്രിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു വാഹനം, ഈ പ്രശ്നങ്ങളിൽ, ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇതൊക്കെയാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ സ്വാഭാവിക നീതി ഉറപ്പാക്കുന്ന, നഷ്ടം സംഭവിച്ചവർക്ക് നീതി ഉറപ്പാക്കുന്ന ഒരു അന്വേഷണവും നീതി നിർവഹണം ഇതിനുണ്ടാകില്ല എന്ന ഒരു സംശയം കൂടിയായിരിക്കണം സുപ്രീം കോടതിയെ ഈ കേസിൽ ഇടപെടാൻ മുന്നോട്ട് കൊണ്ടുവന്നത്. എന്നിട്ടും ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് അത് സാധിക്കുന്നില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് 2022 ഉത്തർപ്രദേശിൽ അരങ്ങേറാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ BJP നേരിട്ട് കൊണ്ടിരിക്കുന്ന കർഷക സമരത്തിലൂടെയും ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ സ്ഥിതിയുടെ മാറ്റങ്ങൾ വെച്ചുകൊണ്ടും അതിനുമപ്പുറമായി ഉത്തർപ്രദേശ് BJPയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സവർണർക്കെതിരെ പിന്നോക്ക വർഗക്കാരുടെ ഒരു കൂട്ടായ്മ, ഡൽഹിയിൽ നിന്നും സ്പോൺസർ ചെയ്യപ്പെടുന്ന ഒരു കൂട്ടായ്മയും, ഇതൊക്കെ കൂടി വരുമ്പോൾ ഉത്തർപ്രദേശിൽ BJPക്കുള്ളിൽ ഒരു ആഭ്യന്തര യുദ്ധമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഈ കേസിനെ ഇങ്ങനെ വളരെ വിരൂപമായി കൈകാര്യം ചെയ്യുന്ന, തങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടീസ്, ഭരണഘടനാ ഡ്യൂട്ടി മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന് അതിനുമപ്പുറം താല്പര്യം കൊടുക്കുന്ന രീതിയിൽ ഈ കേസിനെ കൈകാര്യം ചെയ്യുന്ന, ഈ സംഭവത്തെ കൈകാര്യം ചെയ്യുന്ന അത്യന്തം ഹീനമായ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മുമ്പിൽ നടക്കുന്നത്. പക്ഷേ അതിലൊരു ചെറിയ കാര്യം കൂടി, അതായത് ഇപ്പോൾ ഈ ആഭ്യന്തര കലഹം അത് പ്രതിഫലിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ മോശമായി കൈകാര്യം ചെയ്യുന്നത് യോഗി സർക്കാർ മാത്രമല്ലല്ലോ. അതുപോലെ തന്നെ മോദി സർക്കാരിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഇരിക്കുകയല്ലേ. അപ്പോൾ ഇരു സർക്കാരുകളും ഒരുപോലെ തന്നെ ആക്ഷേപിക്കപ്പെടുന്ന ഒരു സാഹചര്യമല്ലേ. അപ്പോൾ അത് UPയിലെ ആഭ്യന്തര കലഹം മാത്രമായി അതിനെ വേർതിരിച്ച് കാണാവുന്നതാണോ? ആഭ്യന്തര കലഹം എന്ന് പറയുന്നതിൻ്റെ എക്സ്റ്റൻഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ. അജയ് മിശ്ര ടേണി ജൂലൈ മാസത്തിൽ കേന്ദ്രത്തിൽ എടുത്ത കേന്ദ്രമന്ത്രിമാരിൽ, പുതിയ കേന്ദ്രമന്ത്രിമാരിൽ ഏക ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിൻ്റെ ചരട് നിയന്ത്രിക്കുന്നത് ശ്രീ അമിത്ഷായാണ്. അമിത്ഷായുടെ പ്രൊട്ടക്ഷനിൽ നിൽക്കുന്ന ഈ മന്ത്രി വരുത്തിവെച്ച വലിയൊരു വിപത്താണ് ഇത് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു യോഗി ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ പിന്തുണയില്ലാതെ സാധിക്കില്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ഒരു കേന്ദ്രവും ഇതാണിപ്പോൾ ഉത്തർപ്രദേശിലെ BJPക്കുള്ളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നാടകം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു തീരുമാനമെടുക്കാൻ പോലും കഴിയാതെ ഏതായാലും കോടതിയിലെത്തിയല്ലോ, കോടതി പറയട്ടെ എന്ന നിലയിലേക്ക് ശ്രീ ജയസൂര്യനും അത്തരമൊരു സാധ്യതയാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചത്. ആ നിലയിലേക്ക് പരിമിതപ്പെടേണ്ടി വരുന്നുണ്ട്. രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ട നേതൃത്വങ്ങൾ അതിന് തയ്യാറാകാതെ ആക്ഷേപിക്കപ്പെടുന്ന ആരോപിതരായ ആൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള ഗൗരവമായ പ്രശ്നം ഇപ്പോഴും തുടരുന്നു. ഇവിടെ അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര,
അവിടെയാണ് ഇന്നത്തെ കോടതിയുടെ ചോദ്യങ്ങളും ഇടപെടലും. നാളെ വിശദമായ റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതിയുടെ ഇതുപോലൊരു പ്രമാദമായ പ്രശ്നത്തിൽ കോടതിയുടെ ഇടപെടൽ, അതിൻ്റെ സാധ്യതയും പ്രസക്തിയും ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കൾ കാണുന്നത് ഏത് തരത്തിലാണ്? ഇടപെടേണ്ടി വന്നു എന്നുള്ളത്, അതായത് സംസ്ഥാന സർക്കാരിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അധികാര പരിധിയിലുള്ള ഒരു ലോ ആൻഡ് ഓർഡർ വിഷയത്തിൽ സുപ്രീം കോടതി ഒരു സ്യൂമോട്ടോ കേസ് എടുക്കുന്നു എന്ന് പറയുന്നത് നേരിട്ട് ആ വിഷയത്തെ സുപ്രീം കോടതി പരിശോധിക്കുകയും അതിൽ സുപ്രീം കോടതി നേരിട്ട് അതൊരു കേസെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അസാധാരണമായ ഒരു സംഭവ വികാസമാണ്. ഇത് എപ്പോഴും നടക്കുന്ന ഒന്നല്ല. പ്രത്യേകിച്ചും സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലുള്ള ഒരു ലോ ആൻഡ് ഓർഡർ വിഷയത്തിലൊന്നും സുപ്രീം കോടതി സാധാരണഗതിയിൽ ഇത്തരം നീക്കങ്ങൾ നടത്താറില്ല. ഇത് നടത്തിയതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു വലിയ ഭാഗത്ത് എത്രയോ മാസങ്ങളായി വലിയൊരു വിഭാഗം ജനത എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമൂഹത്തിന്റെ നട്ടെല്ലായ, ഇന്ത്യൻ സമൂഹത്തിന്റെ വിത്തും വിളവും ഭക്ഷണവുമായ കർഷക ജനത എത്രയോ മാസങ്ങളായി പ്രക്ഷോഭത്തിലാണ്. ഈ പ്രക്ഷോഭത്തിന് നേരെ ലോകത്തിലെ ഏറ്റവും ഭീകരമായ രീതിയിൽ സ്വേച്ഛാധികാരം പ്രയോഗിക്കുന്ന, സമഗ്രാധികാരം പ്രയോഗിക്കുന്ന ഒരു ടോട്ടാലിറ്റേറിയൻ റെജീമിന് മാത്രം കഴിയുന്ന വിധത്തിൽ ഈ സമരത്തെ അടിച്ചമർത്തുന്നതിനുള്ള നീക്കങ്ങളിലാണ് കേന്ദ്ര സർക്കാർ. പക്ഷേ കേന്ദ്ര സർക്കാർ മറ്റ് വിഷയങ്ങളിൽ, മറ്റ് പല പ്രശ്നങ്ങളിലും, ഉദാഹരണത്തിന് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരത്തിൽ, അതുപോലുള്ള മറ്റ് സമരങ്ങളിലെല്ലാം ഉപയോഗിച്ച പോലെ ഒരു മുസ്ലിം അപരനിർമ്മിതിയിലേക്ക് ദേശവിരുദ്ധരായും ദേശദ്രോഹികളായും സമരത്തെ ചിത്രീകരിക്കുന്നതിലേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം കർഷക സമരത്തിൽ വിലപ്പോകില്ല, കർഷക സമരത്തിൽ നടപ്പാകില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ സമരം ഇതാദ്യമായി മോദി സർക്കാരിന്റെ, ഒന്നാം മോദി സർക്കാരിന്റെയും രണ്ടാം മോദി സർക്കാരിന്റെയുമുള്ള ഈ മോദി സർക്കാരിന്റെ ഭരണകാലത്ത് അവർ നേരിടുന്ന പൊളിറ്റിക്കൽ ഇക്കോണമിയെ ആധാരമാക്കിയിട്ടുള്ള, ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളെ ആധാരമാക്കിയിട്ടുള്ള ഏറ്റവും വലിയ സമരമായി ഇപ്പോഴും ഞാനത് ഇക്കാര്യത്തിലുള്ള അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, താങ്കൾ ഇക്കാര്യത്തിൽ മുന്നോട്ട് വെച്ച സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷണം വളരെ പ്രസക്തമാണ്. ഞാൻ ഈ കോടതിയിലേക്ക് പോകുന്നത്, പ്രത്യേകിച്ച് നാളെ കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കാൻ പോകുന്നു. നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP പ്രതിനിധി ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞത് ഇത് വളരെ സ്വാഭാവികമാണ്, കോടതി പരിശോധിക്കുകയല്ലേ, കോടതി പറയട്ടെ, ഞങ്ങളതനുസരിക്കാം എന്ന നിലയിലുള്ള ഒരു ഗൗരവം മാത്രമേ അദ്ദേഹം അതിന് നൽകിയുള്ളൂ. പക്ഷെ താങ്കൾ പറയുന്നു ഇത് അസാധാരണമാണ് ഈ ഇടപെടൽ എന്നാണല്ലോ. തീർച്ചയായും അസാധാരണമാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അങ്ങനെ പറയാതെ വയ്യല്ലോ. ഒരു സംസ്ഥാന സർക്കാർ അതിന്റെ ക്രമസമാധാന പാലനത്തിൽ തീർത്തും പരാജയപ്പെടുകയും അതിനെ മോണിറ്റർ ചെയ്യുന്നതിന് സാധ്യമായ ഭരണഘടനയ്ക്കുള്ളിലുള്ള രീതികൾ വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കഴിയാതെ വരികയും ചെയ്തു എന്ന് ബോധ്യം വന്നപ്പോൾ മാത്രമാണ് സുപ്രീം കോടതി ഈ കേസ് സ്വമേധയാ ഒരു കേസായി ഏറ്റെടുക്കുകയും അതിൽ വിശദീകരണം നൽകുന്നതിനും എന്തൊക്കെ നടപടികൾ എടുത്തു എന്ന് റിപ്പോർട്ട് ചെയ്യാനും ആവശ്യപ്പെട്ടുള്ളത്. ഒപ്പം തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെ വലിയ തോതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, വലിയ തോതിൽ ഞങ്ങൾക്കും വേദന ഉണ്ടാക്കുന്നു എന്നുള്ള തരത്തിലുള്ള നിരീക്ഷണങ്ങൾ കൂടി സുപ്രീം കോടതി ഇവിടെ നടത്തുന്നുണ്ട്. അതായത് ഒരു കേന്ദ്രമന്ത്രി, ഭരണഘടനാപരമായ പദവി വഹിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ നേരെയാണ് ഇതിന്റെ കുന്തമുന മുഴുവൻ നീളുന്നത്. അത് കേന്ദ്ര സർക്കാരിന് നേരെയാണ്, സംസ്ഥാന സർക്കാരിന് നേരെയാണ്, ഭരിക്കുന്ന കക്ഷിക്ക് നേരെയാണ്. ഇക്കാര്യത്തിലെല്ലാം സുപ്രീം കോടതി നോക്കട്ടെ, കോടതിയുടെ പരിഗണനയിലാണല്ലോ, സബ്ജുഡീസ് ആണല്ലോ വിഷയം എന്ന് പറയുന്നത്. ഇത് ഒരു രക്ഷപ്പെടൽ മാർഗം മാത്രമാണ്. ഇത് എങ്ങനെയാണ് സുപ്രീം കോടതി ഇത് ഏറ്റെടുത്തത്? നിങ്ങളുടെ പരാജയമാണ്. നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഭരണവും. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് കേവലമായ ഒരു രീതിയിൽ ഇയാളുടെ മകൻ ഒരു വണ്ടി ഓടിച്ച ആളുകളെ കൊന്നത് മാത്രമല്ല, UP അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പഞ്ചാബിൽ നിന്നുള്ള സിഖ് കർഷകർക്ക് കൂടുതൽ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്താണ് ഈ ലഖിംപൂരിൽ ഈ പ്രശ്നം നടന്നിരിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രാഹ്മണനായ ഈ മിശ്രയ്ക്കെതിരെ എടുക്കുന്ന ഒരു നടപടി തങ്ങൾക്ക് ഗുണകരമാവില്ല എന്നും, സിഖ് കർഷകർക്കെതിരെ നടക്കുന്ന ഒരു നടപടി എന്നുള്ള നിലയിൽ സിഖ് കർഷകരെ മാത്രമാണ് ഇത് ലക്ഷ്യമിട്ടത് എന്നുമുള്ള ഒരു രീതിയിൽ മറ്റൊരു തരത്തിലുള്ള ഒരു കമ്മ്യൂണൽ, ഒരു വർഗീയ ധ്രുവീകരണത്തിന് കൂടി BJP ശ്രമിക്കുകയാണ്. നമ്മൾ കാണുന്നതിനേക്കാളും എത്രയോ അപ്പുറത്തുള്ള അതിഭീകരമായ വർഗീയ വേർതിരിവുകൾക്കാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഹരിയാനയിലും നടക്കുന്നത്. ഹരിയാനയിലും
യും പഞ്ചാബിലും എല്ലാം ശരി. അതിഭീകരമായി കർഷകരെ ഭിന്നിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിലേക്ക് കൂടിയാണ് സുപ്രീം കോടതി ഈ ഇടപെട്ടത്. സുപ്രീം കോടതിയുടെ ഇടപെടൽ എന്ന് പറയുന്നത്, അതായത് ഒരു സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയുള്ള ക്രമസമാധാന വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടേണ്ടി വന്നു എന്ന് പറയുന്നത് അവിടുത്തെ ക്രമസമാധാന പരിപാലനം തീർത്തും തകർന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. ഇന്നത്തെ സുപ്രീം കോടതി ഇടപെടലിന്റെ നിയമപരമായ വലിയ പ്രസക്തി ഈ വിധമാണ് എന്നാണ് അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര അക്കാര്യത്തിൽ വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ നിരീക്ഷിച്ചത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട അപകടകരമായ ഒരു പ്രവണത ഈ സമരവുമായി ബന്ധപ്പെടുത്തി BJP വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന നിരീക്ഷണവും സാമൂഹ്യ നിരീക്ഷണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ശ്രീ ബിനോയ് വിശ്വം, ഒരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ പുതിയ സാധ്യത തേടൽ. ആദ്യം ഈ സമരം പഞ്ചാബിലെ സമ്പന്നരായ ഒരു പറ്റം കർഷകരുടെ മാത്രം സമരം എന്ന നിലയിൽ അഡ്വക്കേറ്റ് ജയസൂര്യൻ അടക്കമുള്ള നേതാക്കൾ എത്രയോ ചർച്ചകളിൽ പറഞ്ഞു വന്നു. അത് അവിടെ മാത്രം ആരംഭിച്ച് ഒതുങ്ങിപ്പോകുന്ന ഒന്നാകും എന്ന നിലയാണ് കരുതിയത്. അല്ലെങ്കിൽ ഈ സമരം നീളും തോറും ദുർബലപ്പെട്ടു പോകുമെന്ന് പറയുന്ന ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു സാധ്യത പ്രതീക്ഷ BJPക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ അത് ഏതാണ്ട് 600-ൽ പരം കർഷകരുടെ മരണം സംഭവിച്ചിട്ടും നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നൊരു സമരമാണ് നമ്മൾ കണ്ടുവരുന്നത്. അവിടെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിലൊരു കേന്ദ്രമന്ത്രി രാജിവെക്കേണ്ട സാഹചര്യം അനിവാര്യമായിരിക്കുന്നത്. പക്ഷേ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന മോദി സർക്കാരിന് എത്ര നാൾ അങ്ങനെ പോകാനാകും? ശ്രീ ബിനോയ് വിശ്വം. ഇത്തരം സർക്കാരുകളെല്ലാം പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്കും. അവസാനം വരെ അവർ എല്ലാ തന്ത്രങ്ങളും മെനയും അതിനുവേണ്ടി. തങ്ങൾക്കുണ്ടാകുന്ന കാൽക്കീഴിലെ മണ്ണിൻ്റെ നഷ്ടം അവർ കാണുന്നില്ല. ഇങ്ങനെ എത്ര കാലം ഭരിക്കാൻ പറ്റും നരേന്ദ്രമോദിക്ക്? നാട്ടിലെ കൃഷിക്കാരെ മൊത്തം ശത്രുക്കളെ കണ്ടുകൊണ്ട്, നാടിനു വേണ്ടി വേർപ്പൊഴുക്കുന്ന തൊഴിലാളികളെ മുഴുവൻ ശത്രുവായി കണ്ടുകൊണ്ട്, ന്യൂനപക്ഷങ്ങളെയെല്ലാം ശത്രുവായി കണ്ടുകൊണ്ട്, സ്ത്രീകളെയെല്ലാം ശത്രുവായി കണ്ടുകൊണ്ട്, വിദ്യാർത്ഥികളെ, ചെറുപ്പക്കാരെ, ദളിതരെ, ആദിവാസികളെ എല്ലാവരെയും ഇതുപോലെ ശത്രുക്കളെ കണ്ടുകൊണ്ട് അവരെല്ലാം വിളിക്കാൻ വേണ്ടി ഖലിസ്ഥാൻ തീവ്രവാദികൾ, എർബൻ നക്സലൈറ്റ്സ് തുടങ്ങിയ കുറച്ച് റെഡിമെയ്ഡ് പേരുകളുമായിട്ട് എത്ര കാലം ഒരു ഗവൺമെൻറ് പോകും? എന്താണ് കൃഷിക്കാരൻ്റെ ആവശ്യം? അവൻ്റെ ആവശ്യം ഇന്ത്യൻ കൃഷിയെ രക്ഷിക്കണമെന്നുള്ളതാണ്. കോർപ്പറേറ്റ് കൊള്ളക്കാർക്ക് നമ്മുടെ കൃഷിയെ അടിയറ വെക്കരുത് എന്നാണ്. ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില വേണമെന്നാണ്. എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിലെ ഭേദഗതി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പൂഴ്ത്തിവെപ്പുകാർക്ക്, കൊള്ളലാഭ കൊതികന്മാർക്ക് വേണ്ടിയുള്ള കുടപിടിക്കലാണ്, അതുകൊണ്ട് പാടില്ല എന്നാണ്. ഇതൊക്കെ പറയാൻ അവകാശമില്ലേ കൃഷിക്കാർക്ക്? നാടിനെ തീറ്റിപ്പോറ്റുവാൻ വേണ്ടി രാപകൽ പിടികിടക്കുന്ന കൃഷിക്കാർക്ക് അവകാശമില്ലേ? അവരോട് ഗവൺമെൻറ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രതിഫലം കിട്ടുമെന്നാണ്. നിങ്ങൾ പോയി മത്സരിക്കുക. അദാനിയോടോ അംബാനിയോടോ കാർഗിലിനോടോ മൊൺസാൻറ്റോയോടോ ഒക്കെ നിങ്ങൾ മത്സരിക്കുക. എന്നിട്ട് നിങ്ങളെല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഭയങ്കരമായിട്ടുള്ള വില നേടിയെടുത്തുകൊള്ളുക. ആരാ മത്സരിക്കേണ്ടത്? മത്സരിക്കേണ്ടത് 2 ഹെക്ടറിൽ താഴെ ഭൂമിയുള്ള ഈ നാട്ടിലെ കൃഷിക്കാരിലെ 80% പേരിൽ കൂടുതൽ ആളുകൾക്ക് അത്രയുമേ ഉണ്ട് കൃഷിഭൂമി. അവർ മത്സരിക്കേണ്ടത് ഈ പറയുന്ന ഭയങ്കര കൊള്ളക്കാരുടെ ലോകത്തെ ഏറ്റവും വലിയ ഭീമന്മാരായിട്ടുള്ള ശക്തികളുമായിട്ടാണ്. ആ മത്സരത്തിൽ ആര് ജയിക്കും? ആ വഞ്ചനയാണ് ഈ ബില്ലുകളുടെ സാരാംശം. ആ ബില്ലുകളെ പൊതിഞ്ഞു വെച്ചുകൊണ്ടാണ് സർക്കാർ ഈ എല്ലാ കരുനീക്കവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന് ഏറെക്കാലം ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഈ വഴിക്ക് പോകാൻ പറ്റില്ല. നമ്മളിന്ന് കാണുന്നുണ്ടല്ലോ, ഒരു പത്രപ്രവർത്തകനെ കൊന്നു. കാണിച്ച കുറ്റം എന്താ? ആ പത്രപ്രവർത്തകൻ സത്യം റിപ്പോർട്ട് ചെയ്തു. സത്യം റിപ്പോർട്ട് ചെയ്താൽ കൊല്ലും. ഇന്നത് ഹരിയാനയിൽ ഒരു MP, അതെ, UP യിൽ മന്ത്രിയും മന്ത്രിയുടെ മകനുമാണെങ്കിൽ ഒരു MP ഇന്ന് ഹരിയാനയിൽ ഇതുപോലെ തന്നെ വണ്ടി ഓടിച്ച് കയറ്റി, എനിക്കറിയില്ല ആളുകൾ മരിച്ചോന്നറിയാൻ പാടില്ല, എന്തായാലും വണ്ടി ഓടിച്ച് കയറ്റി BJP MP നയാബ് സിംഗ് സൈനി ഇതിന് പരമ്പരയാക്കുകയാണോ? അദ്ദേഹത്തിന്റെ നേരെയാണ് പുതിയ ആരോപണം ഹരിയാനയിൽ ഉയർന്നിരിക്കുന്നത്. അദ്ദേഹം സഞ്ചരിച്ച കാർ ഇടിച്ചു കയറ്റി എന്നാണ് ശ്രീ ബിനോയ് വിശ്വം താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇന്ന് വാർത്തകളിൽ വന്നിട്ടുള്ളത്. ഒരാൾക്ക് പരിക്കേറ്റതായി കർഷകർ പറയുന്നുണ്ട്. അതെ, ഞാനും ആ വാർത്ത കേട്ടു. മരിച്ചോന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് എത്ര അനീതിയാണിത്. ഇതാരുടെ ഭരണമാണ് ഇവിടെ? ഈ ഭരണത്തിന് ജനാധിപത്യം എന്ന വാക്ക് ഉച്ചരിക്കാൻ അവകാശമുണ്ടോ? മോഡി ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന പഞ്ചാര വാക്കെല്ലാം ആരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ്? ദയവായി നരേന്ദ്രമോദിയും കൂട്ടുകാരും മേലാൽ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്ന ആ പച്ചക്കള്ളം പറയരുത്. ശരി, ഈ സർക്കാർ തീർച്ചയായിട്ടും അത് പറയാൻ
അർഹതയുള്ള ഗവൺമെൻറ് അല്ല. ഇവർ ദർശകദ്രോഹത്തിൻ്റെയും മരണത്തിൻ്റെയും ദല്ലാളന്മാരാണ്. പാവങ്ങളെ ചവിട്ടിപ്പതിക്കുന്ന, വെടിവെച്ച് വീഴ്ത്തുന്ന, വണ്ടി ഓടിച്ച് കൊല്ലുന്ന കിരാതപക്ഷിയുടെ പേരാണ് മോഡി ഗവൺമെൻറ് എന്ന്. ഈ ഗവൺമെൻറ് പോയേ തീരുവെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടായി വരും. അതിൻ്റെ തുടക്കമാണ് നമ്മളിപ്പോൾ നാടിൻ്റെ നാനാഭാഗത്തും കാണുന്നതെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇവിടെ അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഒട്ടേറെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ സംഭവത്തിൻ്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച്, വിശേഷിച്ച് BJPയെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ ഒന്ന്, ഈ കൂട്ടക്കൊലയുടെ പാപഭാരം നിങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ. ഒന്ന്. രണ്ടാമത്തത് പരാജയം, അന്വേഷണത്തിലാകെ നിഴലിച്ച പരാജയം സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ, നേരത്തെ അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര പറഞ്ഞതുപോലെയുള്ള അസാധാരണമായ ഇടപെടലിലൂടെ അതും ബോധ്യപ്പെടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്ന ബോധ്യത്തിലേക്ക് രാജ്യത്തെ പ്രധാനപ്പെട്ട പരമോന്നത കോടതിക്ക് പോകേണ്ടി വരുന്ന പശ്ചാത്തലം. മറ്റൊന്ന്, നേരത്തെ ശ്രീ ഷാജി ജോസഫും അഡ്വക്കേറ്റ് പ്രമോദും ഒക്കെ പറഞ്ഞ പോലെ ബ്രാഹ്മണ ലോബിയെ ഭയന്ന് ഏറ്റവും അധികം ജനങ്ങൾ വെറുക്കുന്ന ഒരു മന്ത്രിയോട് രാജിവെക്കാൻ പോലും പറയാൻ കഴിയുന്നില്ല. അയാളുടെ മകനെ മൊഴിയും ദൃശ്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും നോട്ടീസ് കൊടുത്ത് ക്ഷണിക്കുകയാണ് UP സർക്കാരും പോലീസും, വരൂ ഒന്ന് മൊഴിയെടുക്കട്ടെ എന്ന മട്ടിൽ. ഇതാണോ നാട്ടിൽ വേണ്ടത്? ആ നിലയിൽ വളരെ ദുർബലമായി ഒരു ഭരണകൂടവും രാഷ്ട്രീയ നേതൃത്വവും ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. മറ്റൊന്ന്, ഏറ്റവും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ രാജ്യത്തിൻ്റെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് കൊണ്ടെത്തിച്ചതിൻ്റെ പാപഭാരം കൂടി നിങ്ങൾ ഏൽക്കേണ്ടി വരികയാണ്. ഇവിടെ സുപ്രീം കോടതി ഇടപെടുമ്പോൾ എങ്ങനെയാണ് BJP അതിനോട് പ്രതികരിച്ചത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആ കാര്യത്തില് ആ ജഡ്ജിയെ ശുംഭനെന്നൊന്നും വിളിക്കാൻ പോയില്ല, ബൂർഷ്വാ കോടതിയാണെന്നും പറഞ്ഞില്ല. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ അംഗീകരിക്കാൻ അവിടുത്തെ പാർട്ടിയും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റേറ്റും അതിൽ തയ്യാറാവുകയാണ് ഉണ്ടായത്. മറ്റൊന്ന്, സിഖ് ബ്രാഹ്മണ ഈ മഹാമനസ്കത ആ കർഷകരുടെ ജീവന് നേരെ കാണിച്ചാൽ മതിയായിരുന്നു സർ. അവരിന്ന് ജീവനോടിരുന്നേനെ, നമുക്ക് ഈ ചർച്ചയും ചെയ്യേണ്ടി വരുമായിരുന്നില്ല. അല്ല, ആ വസ്തുതയുടെ സത്യാവസ്ഥ പുറത്തു വരുന്നത് വരെ നമുക്കതിന്റെ ഒരു സൈഡ് പറഞ്ഞുകൊണ്ടിരിക്കാമെന്നല്ലാതെ കാര്യമില്ല. രണ്ടു വശവും പുറത്തു വരട്ടെ, അന്വേഷണം നടക്കട്ടെ. അതിന് നിങ്ങൾ വഴിയൊരുക്കുന്നില്ലല്ലോ. അല്ല, ഞങ്ങൾ വഴി ഒരുക്കിയല്ലോ. വഴി ഒരുക്കിയില്ലായിരുന്നെങ്കിൽ FIR പോലും വരുമായിരുന്നില്ലല്ലോ. ഇപ്പൊ വേണമെങ്കിൽ FIR എന്നൊക്കെ പറയുന്നത് ഏത് സർക്കാരുമാവട്ടെ, ഏത് പാർട്ടിയും ഭരിക്കട്ടെ, അതിനനുസരിച്ച് നൽകുന്ന ഒരു ഔദാര്യമൊന്നുമല്ല. സുപ്രീം കോടതി, താങ്കളെപ്പോലൊരു അഭിഭാഷകരോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. കൃത്യമായ ഗൈഡ് ലൈൻ FIR രജിസ്ട്രേഷന്റെ കാര്യത്തിൽ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അല്ലെങ്കിൽ ആ വീഡിയോ ട്വീറ്റ് ചെയ്ത വരുൺ ഗാന്ധി ഇന്ന് നാഷണൽ എക്സിക്യൂട്ടീവിലുണ്ടോ? മനേകാ ഗാന്ധിയുടെ അവസ്ഥ എന്താണ്? ഓരോ പ്രവൃത്തിയിലും നിങ്ങളിത് തെളിയിക്കുകയാണ്. ഇതിൽ കുറ്റാരോപിതർക്കൊപ്പമാണ് ഞങ്ങൾ. അതാണ് സങ്കടകരം. അല്ല, ആ സങ്കടം പ്രതിപക്ഷത്തിന് വേണമല്ലോ. പ്രതിപക്ഷം പറയാത്ത രണ്ട് വാക്കേ ഉള്ളൂ. ചിലപ്പോൾ ഈ ചർച്ചയ്ക്ക് തീരുന്നതിന് മുമ്പ് അതും കൂടെ പറയുമായിരിക്കും. എന്താണ്? മോദി രാജിവെക്കണം, യോഗി രാജിവെക്കണം. അതും കൂടെ പറഞ്ഞാൽ എല്ലാ ആരോപണവുമായി. ഏതായാലും ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിലേക്ക് ഒന്ന് മറുപടി പറഞ്ഞോട്ടെ. അതായത് നമ്മൾ കോടതിയെ ചീത്ത പറഞ്ഞില്ല, കോടതിയെ വിമർശിച്ചില്ല, കോടതി പറഞ്ഞ കാര്യം അംഗീകരിക്കുന്നു, അതനുസരിച്ച് നിയമപരമായി മുന്നോട്ട് പോകുന്നു. പിന്നെ ഇവിടെ ധ്രുവീകരണം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞത് BJP കാലത്തിന് മുമ്പുള്ള കാര്യമാണ്. UPയിലെ ധ്രുവീകരണങ്ങളും ജാതി സമവാക്യങ്ങളും ന്യൂനപക്ഷ, ദളിത്, പിന്നോക്കം, ബ്രാഹ്മണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന രാഷ്ട്രീയം അവിടെ അവസാനിപ്പിച്ച കാലത്താണ് BJP അവിടെ അധികാരത്തിൽ വന്നത്. അപ്പോൾ വീണ്ടും അതൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സമരത്തിന്റെ പേരിൽ ജാതിപരമായി UPയിലുള്ളവരെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിന് അത് മാത്രമേ ബാക്കിയുള്ളൂവെങ്കിൽ അത് ചെയ്തോട്ടെ. അതിനെ രാഷ്ട്രീയമായി നേരിടാൻ BJP തയ്യാറാവുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞൊരു കാര്യമുണ്ട്, കുത്തകകളോട് മത്സരിച്ചോളൂ എന്ന് പറഞ്ഞു. ഒരിക്കലുമല്ല. കുത്തകകൾക്ക് ഈ രംഗത്ത് വിട്ടു പോകാൻ ആവശ്യമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. കർഷകർക്ക് കുത്തകകളുടെ പിടിയിൽ നിന്നുള്ള മോചനമാണ് ഈ പുതിയ നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ അവര് ഈ മണ്ഡി സിസ്റ്റത്തിന്റെ ചൂഷണത്തിന് പുറത്തു വരും. ഇനി അഥവാ മണ്ഡി വേണമെന്ന് പറയുന്നവർക്ക് അവിടെ തുടരുകയും ചെയ്യാം. ഏതായാലും അത് കോടതി സ്റ്റേ ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു നിയമമില്ലല്ലോ, ആ നിയമം പ്രാബല്യത്തിലില്ലല്ലോ. അപ്പൊ പ്രാബല്യം ഇല്ലാത്ത ഒരു നിയമത്തിന്റെ പേരിൽ എന്തിനാണ് ഈ സമരം എന്ന് കോടതി ചോദിക്കേണ്ടായി. അപ്പോൾ സമരത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ കുത്തകകളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാനുള്ള നടപടിയാണ് BJP എടുത്തിരിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾ അംഗീകരിച്ചു വരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ സമരം കേവലം ഒരു രാഷ്ട്രീയ സമരമായി മാറിയതും കർഷകർ ഈ സമര രംഗത്ത് നിന്ന് പിന്നോട്ട് പോയി. ഇപ്പോൾ UPയിൽ ഈ നടക്കുന്ന കാര്യം, UPയിൽ ഇലക്ഷൻ വരുന്നു, അതുമായി ബന്ധപ്പെട്ട് പരമാവധി മുതലെടുപ്പ് നടത്തേണ്ടത് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും
ഇതും ഇതിലപ്പുറവും പ്രതീക്ഷിക്കാം. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണം നടക്കും. ആരാണ് കുറ്റക്കാരനെങ്കിലും ആ കുറ്റക്കാരനെ ഏറ്റവും മാതൃകാപരമായി ശിക്ഷിക്കണം. അതിനനുസരിച്ചുള്ള അന്വേഷണം ഉണ്ടാകും. അതിൽ യാതൊരു ഗവൺമെന്റ് ഇടപെടലും ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പോൾ രാജിവെച്ചോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. രാജിവെക്കുന്നതിന്റെ മണിക്കൂറുകളോ ദിവസത്തിന്റെയോ അടിസ്ഥാനത്തിലല്ലല്ലോ തൂക്കുകയറാണോ ജീവപര്യന്തമാണോ എന്നൊന്നും തീരുമാനിക്കുന്നത്. അപ്പൊ ശിക്ഷ തീരുമാനിക്കുന്നത് അതനുസരിച്ചുള്ള അന്വേഷണവും അതിന്റെ നേരിലുള്ള വിധിയുമാണ്. അതിന് ഈ രാജ്യവുമായി നേരിട്ട് ബന്ധമുള്ള കാര്യമൊന്നുമല്ല, പരോക്ഷമായിട്ട് ബന്ധമുള്ള കാര്യമല്ല. രാഷ്ട്രീയമായിട്ട് ആവശ്യപ്പെടാം, രാജിവെക്കണം. രാഷ്ട്രീയമായി മാത്രമല്ല, ധാർമ്മികമായും എന്തുമാകട്ടെ, രാഷ്ട്രീയമായോ ധാർമ്മികമായോ എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഇന്നലെ പറഞ്ഞത് വീണ്ടും ഇന്നും ആവർത്തിക്കുന്നു. അത് ഏത് നിമിഷമാണ് ഉണ്ടാകുക എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഉടനെ ഉണ്ടാവാം, ചിലപ്പോൾ താമസിച്ചുണ്ടാകാം എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മൾ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷമായിരിക്കണമെന്നില്ല. ഏതായാലും എന്ത് തന്നെയായാലും രാജി ഉണ്ടാവും അല്ലേ? അല്ലെന്നേ, അത് ഞാൻ ഇന്നലെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. അത് ഏത് നിമിഷം രാജി ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജയസൂര്യൻ പറഞ്ഞു വന്നതിൽ ഇപ്പോൾ ചിലപ്പോൾ ഇന്നുണ്ടാകാം അല്ലെങ്കിൽ പിന്നീട് ഉണ്ടാകാം എന്നേ ഉള്ളൂ, ഉണ്ടാവുകയില്ല എന്ന ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ആ ഒരു ക്ലോസ് സാധ്യത താങ്കൾ വാദത്തിന് വേണ്ടിയെങ്കിലും പറഞ്ഞു വെച്ചില്ല എന്നത് ശ്രദ്ധിച്ചു, അത്രേ ഉള്ളൂ. അല്ല, ശരത്ത് വ്യാഖ്യാനിച്ച് വിഷമിക്കേണ്ടത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞേക്കാം. ചിലപ്പോൾ അടുത്ത മിനിറ്റിൽ രാജിവെക്കും, ചിലപ്പോൾ അടുത്ത മിനിറ്റിൽ രാജിവെക്കും, ചിലപ്പോൾ അടുത്ത മാസം രാജിവെക്കും, ചിലപ്പോൾ അടുത്ത ആഴ്ച രാജിവെക്കും. അത് അവിടെ ഗ്രൂപ്പിൽ അവർ തീരുമാനിച്ചോളും. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ഇവിടെ ശ്രീ ഷാജി ജോസഫ്, ഇവിടെ അദ്ദേഹം പറയുന്ന ഈ വാദഗതികൾ പലതും ഇപ്പോൾ ദീർഘകാലത്തെ ഉത്തരേന്ത്യൻ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് താങ്കൾ ഈ വർഗീയ ധ്രുവീകരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ ബ്രാഹ്മൺ ലോബിയുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചത്. അതൊക്കെ പഴയ കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആ വാദങ്ങളോട് താങ്കൾക്കുള്ള വിയോജിപ്പുണ്ടെങ്കിൽ അതാകാം, പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് ഏത് തരത്തിലാണ് എന്ന് ചൂണ്ടിക്കാട്ടാം. പക്ഷേ ഇതൊക്കെ താങ്കൾ പറയുമ്പോഴും അജയ് മിശ്രയ്ക്ക് ഒരു ബ്രാഹ്മണ ലോബിയുടെ വലിയ സ്വാധീനമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഇതുപോലൊരു കേസിൽ ജയസൂര്യൻ പറഞ്ഞ പോലെ എത്ര കാലത്തെ ആയുസ് അദ്ദേഹത്തിന് ഇനി ആ കസേരയിലുണ്ട് എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. കാരണം അതേക്കുറിച്ച് ആലോചിക്കാതെ ഒരു പാർട്ടിക്ക് പോകാൻ കഴിയില്ല. ജയസൂര്യ മുന്നോട്ട് വയ്ക്കുന്ന തർക്കങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു കാര്യം ഞാൻ കൃത്യമായി പറയാം, ജയസൂര്യക്കറിയാം he is trying to defend the indefensible. ഒരിക്കലും പ്രതിരോധിക്കാൻ സാധ്യമല്ലാത്തതിനെ എന്തൊക്കെയോ ഒന്നിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം ഒരു വിശ്വസ്തനായ BJP ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം നടത്തുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് വേണമെങ്കിൽ അടുത്ത നിമിഷം രാജിവെക്കാം, ഒരു മാസം കഴിഞ്ഞാണെങ്കിലും രാജിവെക്കാം. കാരണം ജയസൂര്യ ഉൾപ്പെടെയുള്ള BJPയിലെ വലിയൊരു വിഭാഗത്തിന് കൃത്യമായി അറിയാം ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിനും വീഴ്ചകളിൽ നിന്ന് വീഴ്ചകളിലേക്ക് പോകുന്നൊരു പ്രയാണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. കാരണം there is a question of a political morality in it, administrative propriety in it. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിന്, അത് ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ആണെങ്കിലും യോഗി ആദിത്യനാഥിൻ്റെ ഗവൺമെൻറ് ആണെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിയമനിർവഹണം, റൂൾ ഓഫ് ലോ നടത്തേണ്ടത് അവരുടെ ഭരണഘടനാ ദൗത്യമായതുകൊണ്ട് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ഇനി അധികം താമസിക്കില്ല. കാരണം സുപ്രീം കോടതി കൃത്യമായി ഇതിൽ ഒരു നിയമപ്രശ്നമുണ്ടെന്നും ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്ന് ഭരണനിർവഹണത്തിൽ വീഴ്ചകൾ ഉണ്ടാകുന്നു, ഡിലേ ഉണ്ടാകുന്നു എന്നത് കൃത്യമായി സൂചന നൽകിയതുകൊണ്ട് ഇന്ന് 302 ചാർജ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യുന്നതിന് സമൻസ് ഇട്ട് വിളിച്ചിരിക്കുകയാണ്. 147, 148, 149, 338, 334A, 302 അതെ IPCയുടെ ഈ പറയുന്ന സെക്ഷനുകളിൽ ചാർജ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ കസ്റ്റഡിയിലെടുക്കുന്നതിന് പകരം അവിടുത്തെ പോലീസ് സംവിധാനം പറയുന്ന മറുപടി എന്താണെന്ന് അറിയാമോ? നോട്ടീസ് അയച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ തെളിവുകൾ ശേഖരിക്കുകയാണ്. പ്രാഥമികമായി ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് 302 ചാർജ് ചെയ്ത FIRൽ
തെളിവ് ശേഖരിച്ച ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്ത ഒരു സംഭവമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ക്രിമിനൽ പ്രൊസീജിയറിൻ്റെ അവഹേളനം, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും ഭരണനിർവഹണത്തിലും നിലനിർത്തി മുന്നോട്ട് പോകേണ്ട പ്രൊപ്രൈറ്റിയും സാമാന്യ മര്യാദയും അതുപോലെ തന്നെ ധാർമ്മികതയും. ഓർക്കുക, കോൺഗ്രസിനെതിരെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് രാജീവ് ഗാന്ധിക്കെതിരെ 75 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പാർലമെന്റിനെ ഡിസ്റപ്റ്റ് ചെയ്ത ഒരു പാർട്ടിയാണ് BJP. അവിടെ അവർ ആവശ്യപ്പെട്ടത് ധാർമ്മികതയും പ്രൊപ്രൈറ്റിയും ഒക്കെയാണ്. എന്നാൽ അധികാരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ എല്ലാത്തിനെയും സുഗമമായി മറക്കുന്ന ഒരു രീതി, ഇത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ ശ്രീ ജയസൂര്യ പറഞ്ഞ മറ്റൊരു കാര്യം, BJP ഉത്തർപ്രദേശിൽ നടത്തുന്നത് പാലിൽ കുളിപ്പിച്ച രാഷ്ട്രീയമാണ്, ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് അതിനൊരു മറുപടി കൊടുക്കാൻ സാധിക്കില്ല. കാരണം അതൊരു മറുപടി അർഹിക്കാത്ത, കണ്ണടച്ച് ഇരുട്ടാക്കാൻ പൊതുജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു ആർഗ്യുമെൻ്റാണത്. അതുകൊണ്ട് നമുക്കത് വിടാം. ഉത്തർപ്രദേശിൽ BJP ഇപ്പോൾ നടത്തുന്നത് വികാസ് ദുബെ എന്ന് പറയുന്ന കുപ്രസിദ്ധ ഗുണ്ടയെ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ശേഷം ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റിക്കിടയിൽ ഉണ്ടായ ഒരു വലിയ അകൽച്ച, ആ അകൽച്ചയെ പരിഹരിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ ഒരു ബ്രാഹ്മിണിനെ ഇക്കാലം അത്രയും ഭരണകക്ഷിയോ പ്രതിപക്ഷങ്ങളോ, അതും നിരവധി ക്രിമിനൽ കേസുകളുള്ള ആളുകൾ അല്ലേ, ഇക്കാലം അത്രയും ഭരണകക്ഷിയിലിരുന്നവരോ ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നവരോ ഇന്ത്യയിലെ ജനങ്ങളോട് പറയാത്ത ഒരു വലിയ രഹസ്യം ലഖിംപൂർ ഖീരിയിലെ സംഭവത്തോടുകൂടി അജയ് മിശ്ര എന്ന് പറയുന്ന കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയെക്കുറിച്ച് ഇന്ന് ജനങ്ങൾക്കറിയാൻ സാധിച്ചിരിക്കുന്നു. അതാണ് ഈ ഗവൺമെന്റിന് നേരിട്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. അവിടെ അവർ BJP ബ്രാഹ്മിൻ വോട്ട് ബാങ്ക് കയ്യിൽ നിർത്താൻ നടത്തിയ ശ്രമം കൈവിട്ടു പോയിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. BJP ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഒരു ക്രിക്കറ്റ് ഭാഷയിൽ ഒരു സ്ട്രെയിറ്റ് ബോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ BJP അവിടെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഇൻ സ്വിംഗർ ആൻഡ് ഔട്ട് സ്വിംഗർ അല്ല, അവിടെ ഗൂഗ്ലിയാണ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം, പ്രിയങ്ക ഗാന്ധിയെ തടഞ്ഞു വെച്ചുകൊണ്ട് ചന്ദ്രശേഖർ ആസാദിനെ പോകാൻ അനുവദിച്ച, അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെ തടഞ്ഞു വെച്ചുകൊണ്ട് TMCയെ പോകാൻ അനുവദിച്ച BJPയുടെ കൗശലം എന്ന് പറയുന്നത്, സമാജ്വാദി പാർട്ടിക്ക് എതിരായി അവിടുത്തെ മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്ക് അധികം മുന്നോട്ട് വരുന്തോറും BJPക്ക് അവിടെ സാധ്യത കൂടും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് കോൺഗ്രസിൻ്റെ നേതൃത്വവും കോൺഗ്രസിൻ്റെ പ്രകടനങ്ങളും മാധ്യമങ്ങളിലൂടെ മാക്സിമം കവറേജ് കിട്ടിക്കൊണ്ട് പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാനുള്ള BJPയുടെ കൗശലമായ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ 3 ദിവസവും അവിടുത്തെ യോഗി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, ഇവിടെ ഇപ്പോൾ ആശിഷ് മിശ്രയ്ക്ക് ഇതുപോലെ വളരെ പ്രമാദമായ ഒരു കേസിൽ 302 ചാർജ് ചെയ്ത കേസിൽ സമൻസ് അയച്ചു നിൽക്കുന്ന UP പോലീസിൻ്റെ നടപടി, അത് നാളെ സുപ്രീം കോടതിയിൽ വിശദീകരിക്കുന്ന ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം എങ്ങനെയാകും എന്നാണ് താങ്കൾ കരുതുന്നത്? അത് കോടതിക്ക് ബോധ്യപ്പെടുന്ന, ഇപ്പോൾ ആ വിഷയം ഇവിടെ ഉന്നയിക്കപ്പെട്ടല്ലോ, ബോധ്യപ്പെടുന്ന നടപടിയായി രീതിയായി UP പോലീസിന് വിശദീകരിക്കാനാവുന്നതാണോ നിലവിൽ ഇതുവരെ അവരെടുത്ത കാര്യങ്ങൾ ഇക്കാര്യത്തിൽ? അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകൻ്റെ കൊലപാതകം, അതും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായി കോടതിക്ക് മുമ്പാകെ വരാൻ പോകുന്ന ഒന്നല്ലേ? കോടതിക്ക് മുമ്പിൽ സുപ്രീം കോടതി അസാധാരണമായ രീതിയിലെടുത്ത ഈ സ്യൂമോട്ടോ കേസിൽ അവർക്ക് UP സർക്കാരിന് മറുപടി പറയേണ്ടി വരും. നാളെ എന്താണ് ഈ കേസിലെടുത്ത നടപടികൾ, ഈ നടപടികളുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ നാളെ കോടതി ചേരുമ്പോഴേക്കും, കോടതിയിൽ മറുപടി പറയേണ്ട സമയമാകുമ്പോഴേക്കും കുറ്റാരോപിതനായ ആശിഷ് മിശ്രയെ ചോദ്യം ചെയ്യാൻ കൊണ്ടുവരുന്ന ഒരു അവസ്ഥ ഒരുപക്ഷെ അവരുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തേക്കാം, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് ചോദ്യം ചെയ്യലിന് ഇയാൾ ഹാജരാവുകയും ചോദ്യം ചെയ്യൽ തുടങ്ങുകയും ചെയ്താലും മതിയല്ലോ. അത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ ഇവർക്ക് നടത്താം. പ്രത്യേകിച്ച് ഭരണഘടനയോടോ നിയമവാഴ്ചയോടോ എന്തെങ്കിലും തരത്തിലുള്ള ബഹുമാനമോ എന്തെങ്കിലും തരത്തിലുള്ള കൂറോ ഇല്ലാത്ത, അത് പാലിക്കണമെന്ന് എന്തെങ്കിലും നിർബന്ധമില്ലാത്ത ഏതാണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഗൂൺസ് ഇലക്ടഡ് ഗൂൺസ് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്നവരാണ് കേന്ദ്രത്തിലും UPയിലും ഭരണ
ഭരണത്തിലിരിക്കുന്നത്. അപ്പൊ അവര് സുപ്രീം കോടതി അങ്ങനെ ചോദിച്ചു എന്നുള്ളത് അവർക്ക് എന്തെങ്കിലും പരവേശം ഉണ്ടാക്കും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. സുപ്രീം കോടതിയിൽ ഇതിലുമേറെ എത്രയോ മോശപ്പെട്ട രീതിയിലുള്ള മറുപടികളൊക്കെ നൽകിയവരാണ് കേന്ദ്ര സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരുമെല്ലാം. ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഇപ്പൊ ഈ കേസ് കോടതിയിലാണ് എന്ന് പറയുമ്പോൾ കോടതിക്ക് ഇതിൽ ചില പരിമിതികളുണ്ട്. കോടതിക്ക് മന്ത്രിയോട് രാജിവെക്കാൻ പറയാനോ, കാരണം നേരിട്ട് കൊലപാതകവുമായി ബന്ധമില്ലാത്ത ഒരാളോട് രാജിവെക്കാൻ പറയാനോ, അങ്ങനെയാണെങ്കിൽ തന്നെ രാജിവെക്കാൻ പറയാനോ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ പറയാനോ ഒന്നും കോടതിക്ക് കഴിയില്ല. കോടതിക്ക് അതിന്റെ നിയമപരമായ അന്വേഷണത്തെ ഒന്നുകൂടി മോണിറ്റർ ചെയ്യുക, പരമാവധി അതും ഇത്തരത്തിലുള്ള ഇപ്പൊ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുന്നു. കോടതികളുടെ പൊതു നിലപാട് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയൊന്നും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ സുപ്രീം കോടതി നേരിട്ട് അത് മോണിറ്റർ ചെയ്യുന്നതൊക്കെ വളരെ അപൂർവമായ കേസുകളിൽ മാത്രമാണ് ചെയ്യുക. കാരണം അതൊരു കീഴ്വഴക്കമാക്കുക എന്ന് പറയുന്നത് കോടതിക്ക് സാധ്യമായ ഒന്നല്ല. അപ്പോ കോടതിക്ക് ഇതിൽ വളരെ പരിമിതികളുണ്ട്. നമ്മളിവിടെ കാണേണ്ടത് ഇതിനെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചാലും സത്യത്തിൽ ഇപ്പൊ ഈ സുപ്രീം കോടതിയുടെ ഇടപെടലുകളെല്ലാം ഇവർ കാണുന്നത് ഇത് ഉത്തർപ്രദേശിലോ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വലിയ സാധ്യതകളൊന്നുമില്ല. അപ്പൊ അമരീന്ദർ സിംഗുമായിട്ട് ചേർന്ന് ചില സാധ്യതകൾ അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ ഉത്തർപ്രദേശിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സുപ്രീം കോടതിയുടെ ഇടപെടലൊന്നും യു പിയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ചർച്ചാ വിഷയമാകില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ് ബി ജെ പി പകരം ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ പരമാവധി പോളറൈസേഷന് വേണ്ടിയും ഇനി കർഷക സമരത്തിൽ ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ കർഷക സമരത്തിൽ കർഷകർ ഒരു പിന്മാറ്റം എന്നുള്ളത് അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതല്ല. അപ്പോ അതുകൊണ്ട് തന്നെ കർഷക സമരത്തെ പരമാവധി അടിച്ചൊതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് അവർ എടുക്കാൻ പോകുന്നത്. ഇതിനെ കോടതിയിൽ ന്യായീകരിക്കുക എന്ന് പറയുന്നത് ചില കൺകെട്ട് നടപടികളൊക്കെ എടുക്കുകയും ഒരു റിട്ടയർഡ് ജഡ്ജിയെ അന്വേഷിക്കാൻ വെക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ അന്വേഷണത്തിന് വെക്കുന്നു. നമുക്കറിയാം ഇതൊക്കെ. അല്ല, ഇന്ന് തന്നെ ഗവർണർ അത്തരമൊരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞല്ലോ യു പിയിൽ. അലഹാബാദ് ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജഡ്ജിനെ ഈ 2 മാസത്തെ സമയപരിധിക്കുള്ളിൽ അന്വേഷിക്കാനുള്ള ഓർഡർ ഇറക്കിയിട്ടുണ്ട് ഗവർണർ. നാളെ കോടതിയിൽ പറയാവുന്നതാണത്. ഗവർണർ അതാണ് പറയാൻ പോകുന്നത്. അതെ, തീർച്ചയായും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന് ഈ കർഷക സമരത്തെ കോടതികൾക്ക് ഇപ്പോ ഒരു സമരം, വഴി തടയുന്ന സമരത്തെ കുറിച്ച് കോടതിക്ക് പറയാമെന്നതിന്റെ പരിധിയുണ്ട്. അല്ലെങ്കിൽ കോടതികൾക്ക് കോടതിയുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാവുമെങ്കിൽ പോലും ഒരു സമരത്തെ കുറിച്ച് കോടതിക്ക് പറയാവുന്നതിന് പരിമിതി. ഞാൻ പറയുന്നത് ഇതൊരു രാഷ്ട്രീയ സമരമാണ്. ഈ 4 കർഷകരുടെ കൊലപാതകമടക്കം ഇതിനടക്കം നടന്ന 100 കർഷകരുടെ മരണങ്ങൾക്കടക്കം ഉത്തരം പറയേണ്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടാക്കേണ്ടത് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളാണ്, ഇവിടുത്തെ തൊഴിലാളി സംഘടനകളാണ്, കർഷക സംഘടനകളാണ്. അതാണ് ഇവിടെ ശക്തമായി നടക്കേണ്ടത്. അതിനെതിരെ, അതായത് ഇപ്പൊ ഇവിടെ ബി പ്രതിനിധി പറഞ്ഞ പോലെ ഞങ്ങൾ കോടതിയിൽ കണ്ടുകൊള്ളാം എന്നുള്ള രീതിയിലുള്ള വെല്ലുവിളികൾക്കെതിരെ ഈ ഫാഷിസ്റ്റ് സർക്കാരിനെ എല്ലാ തലത്തിൽ നിന്നും സമ്മർദ്ദത്തിലാക്കേണ്ട നിരന്തരമായ സമരങ്ങളാണ് ഇവിടെ കോടതിക്ക് പുറത്ത് ഉയർന്നു വരേണ്ടത്. ശരി, ശ്രീ ബിനോയ് വിശ്വം, ഈ മോദി സർക്കാരിൻ്റെ ഒരു വലിയ പ്രത്യേകത ഇത്തരം പ്രതിബന്ധങ്ങൾ വരുന്നു, ഗൗരവമായ വിഷയങ്ങൾ വരുന്നു, ജനരോഷമുണ്ടാകുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ എതിർപ്പുകളെ നിങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഫലിപ്പിക്കുന്നു, പാർലമെന്റിനകത്തും പുറത്തും ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഇതിനെയൊക്കെ മാനേജ് ചെയ്യാം. അതിപ്പോൾ കോടതിയിൽ പോയാലും പുറത്താണെങ്കിലും ജനകീയ സമരങ്ങളിലാണെങ്കിലും രാഷ്ട്രീയ സമരങ്ങളിലാണെങ്കിലും ഒരു കേസിൻ്റെ രൂപത്തിൽ വന്നാലും എല്ലാം ഞങ്ങൾക്ക് നേരിടാം, അതിനെയൊക്കെ മാനേജ് ചെയ്യാം എന്ന തരത്തിലേക്കുള്ളൊരു ആത്മവിശ്വാസമാണ് ഈ സർക്കാരിനെ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്നത്. പാർലമെൻറ്റിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. പാർലമെൻറ്റ് എന്ന് പറയുന്നത് മോഡി ഗവൺമെൻറ്റിന് ഒരു കളിപ്പാട്ടമാണ്, ഒരു കളിസ്ഥലമാണ്. അതിന് ഭരണഘടന കൽപ്പിക്കുന്ന യാതൊരു പ്രാധാന്യമോ പരിഗണനയോ കൽപ്പിക്കാൻ അവർക്ക് മനസ്സില്ല. അവർ അക്കങ്ങളുടെ ബലത്തിൽ എന്തും ചെയ്യാം എന്ന് പറയുന്ന ധിക്കാരത്തോടു കൂടിയാണ് പാർലമെൻറ്റിനെ കാണുന്നത്. അതും ഞാൻ ഈ സൂചിപ്പിച്ച വിധം ഒരുതരം മാനേജ് ചെയ്യലല്ലേ അങ്ങനെയാണെങ്കിൽ? അതെ, അത് മാനേജ്മെൻറ്റാണോ അതോ മിസ്മാനേജ്മെൻറ്റാണോ അതോ അട്രോഷ്യസ് മാനേജ്മെൻറ്റാണോ ഒന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ അതൊരു ജനാധിപത്യ മാനേജ്മെൻ്റ് അല്ലെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം. പക്ഷെ ആ വാക്കൊന്നും അവർക്ക് ബാധകമല്ല. ബി സുഹൃത്തുക്കൾ വാദിക്കുന്ന വാദം കേട്ടാൽ നമുക്ക് ചിലപ്പോൾ തോന്നും ചിരിക്കാൻ, ചിലപ്പോൾ തോന്നും കരയാൻ. അദ്ദേഹം പറയുകയാണ്, അഡ്വക്കേറ്റ് ജയസൂര്യൻ പറയുകയാണ്, കൃഷിക്കാരെല്ലാം വളരെ സുരക്ഷിതരാണ്, അവരുടെ എല്ലാ കാര്യങ്ങളും ഭദ്രമായിരിക്കുകയാണ്. ഒരു ദിവസം കാലത്തെടുത്ത് കോഴി പറയുകയാണ്,
ഞങ്ങളെല്ലാം നല്ല സുരക്ഷിതരാണ്, കുറുക്കൻ സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ജീവിതവും സമാധാനവും എന്ന് പറയുന്ന പോലെയാണ് ഈ വർത്തമാനം. ഇതൊന്നും കൊണ്ട് കൃഷിക്കാരൻ്റെ രോഷം അടങ്ങാൻ പോകുന്നില്ല. അവൻ ജീവിതം പഠിച്ചവനാണ്, അവൻ മണ്ണിൻ്റെ മനസ്സ് വഹിച്ചവനാണ്, അവന് ജീവിച്ചാൽ മതി. ആ ജീവിതത്തെ മുഴുവനും ഇതുപോലെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇത്രയും കടുത്ത കാപട്യം പറയുന്ന BJP എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടി ലക്ഷണമൊത്തൊരു ഫാസിസ്റ്റ് പാർട്ടിയാണ്. അത് ദേശീയ പാർട്ടിയല്ല. BJP ശരിക്കും പറഞ്ഞാൽ വൈദേശികമായിട്ടുള്ള ആശയങ്ങളെ ഏറ്റുവാങ്ങിയ ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ആശയങ്ങളായ ഫാസിസത്തെ ഏറ്റുവാങ്ങിയ വൈദേശിക പാർട്ടിയാണ് BJP. ആ പാർട്ടി പറയുന്ന ദേശീയത കാപട്യമാണ്. അതൊക്കെ ജനം തിരിച്ചറിയും. ദൈവങ്ങളെ മറിയാക്കിക്കൊണ്ട്, രാമനെ മറിയാക്കിക്കൊണ്ട്, രാവണന് വേണ്ടി രാജ്യം ഭരിക്കാൻ ശ്രമിക്കുന്ന BJP അവർ പറയട്ടെ. അതൊക്കെ പറയാൻ ഒത്തിരി ഞാൻ ഇപ്പോൾ അതിനൊന്നും കടന്നു പോകുന്നില്ല. രാമഭൂമിയുടെ ജന്മഭൂമിയുടെ അമ്പലം പണിയാൻ വേണ്ടിയുള്ള സ്ഥലം വാങ്ങിച്ചപ്പോഴത്തേക്കും ആ സ്ഥലത്തിലും കള്ളക്കച്ചവടത്തിൻ്റെ രേഖകളൊക്കെ ഇപ്പോൾ നാട്ടിലൊക്കെ പാട്ടാണ്. അതാണ് BJP. ആ BJPക്ക് ശ്രീരാമനും കളിപ്പാട്ടം, ശ്രീരാമനും കച്ചവടപ്പണ്ടം, മതം കച്ചവടപ്പണ്ടം, എല്ലാം കച്ചവടപ്പണ്ടം. എന്നിട്ട് ജാതിയും മതവും ദൈവവും പറഞ്ഞുകൊണ്ട് അതിനോടൊക്കെ മാനിക്കുന്ന ഒരുപാട് പേരുടെ ഉണ്ടായിരിക്കാം. പക്ഷേ അവരെയെല്ലാം വഞ്ചിക്കുന്ന പാർട്ടിയാണ് BJP. മതം യാഥാർത്ഥ്യമാണ്, വിശ്വാസം യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിൻ്റെ എല്ലാം മറിയാക്കി മാറ്റിക്കൊണ്ട് ഇത്രയും നെറികെട്ട വർഗീയ രാഷ്ട്രീയം കൈയാളുന്ന, കോർപ്പറേറ്റ് രാഷ്ട്രീയം കൈയാളുന്ന ഒരു കോർപ്പറേറ്റ് കൊള്ളയുടെ പേരാണ് BJP എന്ന് പറയുന്ന പാർട്ടി എന്ന് ഇന്ത്യക്ക് ഓരോ ദിനങ്ങളിലും ബോധ്യമാവുകയാണ്. അതാണ് നമ്മൾ UP കാണുന്നത്, അതാണ് ഇന്ത്യ മുഴുവനും കാണുന്നത്. ഈ പോക്ക് ഇതുപോലെ പോകാൻ ഏറെക്കാലം പറ്റില്ല. ജനങ്ങൾ ഇതിനെ പിടിച്ചു കെട്ടും. അവരാണ് ഏറ്റവും വലിയവർ. ആ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന് വേണ്ടി എന്താണ് പ്രധാനമന്ത്രി ഒന്നും മിണ്ടാത്തത്? എന്താ മിണ്ടാത്തത്? ഒരു വാക്ക് മിണ്ടുക ഇനിയെങ്കിലും. തീർച്ചയായും ആ ചോദ്യം താങ്കളെപ്പോലൊരു പാർലമെൻറ്റ് അംഗത്തിൽ നിന്ന് ഉയരുന്നു. അത് ഇന്നലെയും ഉയർന്ന ചോദ്യമാണ്. ഇതാ ഇപ്പോൾ സുപ്രീം കോടതി ലഖിംപൂരിൽ സംഭവിച്ചത് നിർഭാഗ്യകരമാണ് എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അതിൽ മൗനം പാലിക്കുന്നു എന്ന താങ്കൾ ഉന്നയിച്ച ആ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടിയത് വളരെ പ്രസക്തവും പ്രധാനപ്പെട്ടതുമാണ്. ശ്രീ ജയസൂര്യൻ, ചുരുക്കത്തിൽ താങ്കളൊരു പ്രതികരണം, മറുപടി ഇക്കാര്യത്തിൽ എന്താണ്? കുറുക്കൻ്റെ ബുദ്ധിയെ ജനങ്ങൾ പിടിച്ചുകെട്ടും, ഇത് അധികകാലം ഇങ്ങനെ മുന്നോട്ട് ഓടില്ല എന്നാണ് ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞു വെച്ചത് അവസാനമായി. അല്ല, ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞ രണ്ട് കാര്യങ്ങളും ബൂമറാങ് ആയിട്ടാണ് ഞാൻ വരുന്നത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു പാർലമെന്റിനെ കളിപ്പാട്ടമാക്കുന്നു എന്ന്. പാർലമെന്റിനെ കളിപ്പാട്ടമാക്കുന്നെങ്കിൽ അതിന്റെയൊക്കെ കാരണം അതിനകത്തിരിക്കുന്ന ബിനോയ് വിശ്വം പോലെയുള്ള MP-മാരുടെ കഴിവില്ലായ്മയാണ്. കഴിവുണ്ടായിരുന്നെങ്കിൽ ആരും പാർലമെന്റിൽ ഒരു കളിപ്പാട്ടം ആക്കിയില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മോദിയെയും മോദിയുടെ ഗവൺമെന്റിനെയും പാർലമെന്റിൽ നേരിടാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് കളിപ്പാട്ടമാക്കി എന്നൊക്കെ തോന്നുന്നത്. പിന്നെ വൈദേശികം, അത് പറഞ്ഞപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി. കമ്മ്യൂണിസം തന്നെയല്ല ഇവിടുന്ന് വന്നതാണ്. അപ്പോ വൈദേശികം എന്നൊക്കെ പറഞ്ഞ് ദേശീയ വികാരം ഉയർത്താൻ CPI-യുടെ ഒക്കെ നേതാവിന് തോന്നുക എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്, സ്വാഗതം ചെയ്യുന്നു. പിന്നെ BJP വൈദേശിക ഫാസിസത്തെ നിങ്ങൾ ആശ്ലേഷിക്കുന്നു എന്നുള്ളതാണ് അതിലെ പ്രശ്നം. അതിൽ ആ ഭാഗം വിട്ടുകളഞ്ഞിട്ടാണ് ശ്രീ ജയസൂര്യൻ. വിട്ടുകളയുന്നില്ല, അത് അതേപടി തന്നെ എടുക്കുന്നു. ഫാസിസത്തെ വിദേശത്തുനിന്ന് കൊണ്ടുവന്ന് ഇവിടെ നടപ്പാക്കി ഹിറ്റ്ലറും മുസോളിനി അങ്ങനെ കൊണ്ടുവന്ന് നടപ്പാക്കുകയാണെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ടാണ് BJP അധികാരത്തിൽ വരുന്നത് എങ്കിൽ വടക്കേ ഇന്ത്യക്കാരെ വിഡ്ഢികളെന്ന് പറയുന്നതിന് തുല്യമാണല്ലോ. അപ്പൊ വടക്കേ ഇന്ത്യക്കാർക്ക് ബുദ്ധിയുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കുറുക്കന്റെ ബുദ്ധി ജനങ്ങൾ ഇനി അധികകാലം വെച്ച് പൊറുപ്പിക്കില്ല, അവർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അല്ലല്ല, അവര് തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ കമ്മ്യൂണിസം പറ്റിപ്പോയത്. അല്ലെ, കമ്മ്യൂണിസം ചെങ്കോടി പാലിക്കേണ്ടതായിരുന്നല്ലോ. അവര് തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ കോൺഗ്രസ് തീർന്നു പോയത്. അപ്പൊ കോൺഗ്രസിനും കമ്മ്യൂണിസത്തിനും പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്തത് കാര്യമെന്നാണ് ഞാൻ ചോദിക്കേണ്ടത്. UP-യിൽ എന്താ CPI-ക്കും കോൺഗ്രസിനും ഒക്കെ കാര്യം? കേരളത്തിൽ ഇരുന്നുകൊണ്ട് എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? തീർച്ചയായും ഈ അംഗബലം വെച്ച് ശ്രീ ജയസൂര്യൻ പറഞ്ഞത് പ്രധാനമാണ്. അംഗബലം വെച്ച് നിങ്ങൾക്ക് എത്ര ആളുണ്ട് എന്ന് ചോദിക്കാം. പക്ഷേ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമരം, കർഷക സമരം, ലോങ് മാർച്ച്, മുമ്പ് നമ്മൾ കണ്ട ലോങ് മാർച്ച്, മുംബൈയിൽ കണ്ട ലോങ് മാർച്ച്, ഈ കർഷക സമരം, ഇത് സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇടതു പാർട്ടികൾ, അതിനുമപ്പുറമുള്ള കർഷക സംഘടനകൾ, അവരുടെ നിരന്തരമായ ഇടപെടലും ആ കമ്മിറ്റ്മെൻറ്റും നിശ്ചയദാർഢ്യവും ഒക്കെ നമ്മൾ ഈ സമരത്തിൽ കാണുന്നത്. ഡിബേറ്റിൻ്റെ വിഷയം പോലും അല്ലാതെ. ശ്രീ ബിനോയ് വിശ്വം, ഇത്രയും അദ്ദേഹം പറഞ്ഞതുകൊണ്ടൊരു വാചകം താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലാവാം. നമ്മുടെ സമയം അവസാനിക്കുന്നു ചർച്ചയുടെ. എനിക്കൊരു വാചകം പറയാനുണ്ട്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, BJP പറയുന്ന ഈ ദേശസ്നേഹം കാപട്യമാണ്, തീർച്ചയായിട്ടും കാപട്യമാണ്. ശരി, അവർ മതത്തെ ശരിക്കും പറഞ്ഞാൽ മതവർഗീയതയായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ മതവിശ്വാസത്തെ അവർ ശരിക്കും പറഞ്ഞാൽ കുഴിച്ചു മൂടിയിരിക്കുന്നു. മതവിശ്വാസികളെ BJP വഞ്ചിക്കുകയാണ്. ഇതെല്ലാം ഏറെക്കാലം മൂടിവെക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് ജനങ്ങൾ, ഈ സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന
മതബോധമുള്ള ജനങ്ങൾ അവർ തന്നെയായിരിക്കും BJPയെ ഒരു പാഠം പഠിപ്പിക്കാൻ പോകുന്നത്. അതിൻ്റെ അലയൊലികൾ രാജ്യത്ത് കേൾക്കുന്നുണ്ട്. എല്ലാ കാലത്തും BJPക്ക് ഈ പറയുന്ന ഈ ഭാഷ അഹങ്കാരത്തിൻ്റെ, എണ്ണത്തിൻ്റെ, ചെരുപ്പത്തിൻ്റെ ഭാഷ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. ശ്രീ ഷാജി ജോസഫ്, ഒറ്റ വാചകത്തിൽ, കാരണം നമ്മൾ ഇനി ഒരു ചർച്ചയിലേക്ക് പോകാനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ടാണ്, നമ്മൾ ഈ ചർച്ചകളിൽ ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴും BJPക്ക് ഈ കർഷകരുടെ UP മിഷൻ അതിനെ ഭയമുണ്ടോ? ഉറപ്പല്ലേ? BJP കൃത്യമായി ഇന്ന് BJPക്കുള്ളിൽ കാര്യങ്ങൾ വിരളി പിടിക്കുന്നതിൻ്റെ കാരണം വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പഞ്ചാബിലും ഉത്തർപ്രദേശിലും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ കർഷക സമരമാണ്. ഈ കർഷക സമരത്തിൽ ഇന്ന് അവധ് മേഖലയിലേക്കും, ഉത്തർപ്രദേശിലെ അവധ് മേഖല അത് ഈ കർഷക സമരത്തിൽ നിന്ന് വിട്ടുനിന്നൊരു മേഖലയാണ്. ആ മേഖലയിലേക്കും കർഷക സമരത്തിന്റെ അലയൊലികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണുന്നതാണ് ഇന്ന് BJP വിരളി പിടിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ശ്രീ വരുൺ ഗാന്ധിയെ പോലുള്ള, മനേക ഗാന്ധിയെ പോലുള്ളവരെയൊക്കെ പാർട്ടി കയ്യോടെയെടുത്ത് വെളിയിൽ കളഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, വിമർശനം എന്ന് പറയുന്നത് അത് നീതിക്ക് വേണ്ടിയാണെങ്കിലും സത്യത്തിന് വേണ്ടിയാണെങ്കിലും BJPയുടെ ഇന്നത്തെ നേതൃത്വമോ അംഗീകരിക്കില്ല എന്നുള്ളൊരു തെളിവും കൂടെ നമ്മൾ കണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇത് ഏതൊക്കെ വഴികളിൽ ഈ വിഷയം മുന്നോട്ട് സഞ്ചരിക്കും എന്നത് വളരെ പ്രധാനമാണ്. അതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. അവിടെ തന്നെയാണ് സുപ്രീം കോടതിയുടെ നാളത്തെ ദിനം വളരെ പ്രസക്തമാകുന്നത്, നിർണായകമാകുന്നത്. എടുത്ത നടപടികൾ പൂർണ്ണമായി UP സർക്കാരിനോട് സുപ്രീം കോടതി ചോദിച്ചിരിക്കുകയാണ്. അന്വേഷണ പുരോഗതി അറിയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിലൂടെ ഉയരുന്ന ഒരുപാട് ചോദ്യങ്ങൾ, അതിൽ അന്വേഷണത്തിലെ പിഴവുകൾ, കർഷകരുടെ പരാതികൾ, ഇതൊക്കെ പ്രതിഫലിക്കുന്ന ഇടമായി ഇന്ത്യൻ സുപ്രീം കോടതി നാളെ മാറുമോ എന്ന് നമ്മൾക്ക് കാത്തിരുന്ന് കാണാം. അതിനുള്ള ഒരു ദിവസമാണ് നാളെ. ആ പ്രതീക്ഷ ഒരുപക്ഷെ ഇന്നത്തെ ഇടപെടലുകൾ നിർഭാഗ്യകരമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞ ആ പരാമർശത്തിൽ കൂടുതൽ നിഴലിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സാഹചര്യമാണ്. വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ ചർച്ചയിൽ ഇവരൊക്കെ മുന്നോട്ട് വെച്ചത് അവരുടേതായ അഭിപ്രായങ്ങൾ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.